ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും കൂടിയിട്ട് ഒരു നല്ലൊരു മസാലക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ മാറി നിൽക്കും ഈ കറിയുടെ മുന്നിൽ. അപ്പോൾ ചക്കപ്പൂഞ്ഞ് എടുത്തിട്ട് ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ചക്കക്കുരു അതിനൊപ്പം അതേപോലെ കട്ട് ചെയ്തെടുക്കണം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില എന്നിവ എടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കണം എണ്ണയിലോട്ട്. അതിട്ട് കൊടുത്ത് അതും ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പൂഞ്ഞ് പിന്നെ ചക്കക്കുരു ഇതും കൂടി ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അത് വാടി വരുമ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഇത്രയും പൊടികൾ ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് വെള്ളം, ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പിന്നെ ചാറ് വേണ്ടുന്നവർക്ക് അല്പം കൂടി വെള്ളം, ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവാണ്. പെരട്ട് പോലെയൊക്കെ ഇരിക്കും, നമ്മൾ ബീഫ് പെരട്ടൊക്കെ വെക്കത്തില്ല, അതേപോലെ പെരട്ട് പോലെ ഇരിക്കുന്ന ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നല്ല കണക്ക് ചക്കക്കുരുവൊക്കെ വെന്ത് വരണം. അപ്പോൾ ഇതൊരു സ്പോഞ്ചിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ചക്കപ്പൂഞ്ഞ്. എനിക്ക് തോന്നിയിട്ടുണ്ട് സോയാബീനൊക്കെ വെക്കത്തില്ലേ, അതേപോലെ എനിക്ക് തോന്നിയത്. അപ്പം വെള്ളം ഇപ്പം ഇതങ്ങ് വറ്റും കേട്ടോ, വെള്ളമൊക്കെ ഇത് പിടിച്ചെടുക്കും. ഇത് വളരെ പണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഉമ്മച്ചാമ്മയുടെ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അല്പം അവസാനം വെച്ച് ഗരം മസാലപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ്ട് എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു പെരട്ടിൻ്റെ കണക്കുള്ള ഒരു പരുവത്തിലാണ് കിട്ടിയത്. ചാറില്ലായിരുന്നു കേട്ടോ, ചാറ് വളരെ കുറവായിരുന്നു. എനിക്ക് കിട്ടിയത് ഈ പരുവത്തിലാണ് കേട്ടോ. ഇത് അവസാനം നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. നല്ല കറി മസാലയുടെയും നമ്മൾ നല്ല വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കത്തില്ല, അന്നേരം നല്ലൊരു മണം വരത്തില്ല, അതേ കണക്ക് തന്നെ നല്ലൊരു മണം അടുക്കള മൊത്തം പരന്ന് നല്ല രുചിയായിരുന്നു. അപ്പം ചക്കപ്പൂഞ്ഞ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇതും കൂട്ടി ചോറ് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.